പോകുന്ന കമ്പയറിങ് ക്വാണ്ടിറ്റീസിൻ്റെ തന്നെ അടുത്തൊരു ഭാഗത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്ത ഭാഗത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് റേഷ്യോനെ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാമെന്നാണ് പറയാൻ പോകുന്നത്. ഈ റേഷ്യോനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ നമ്മൾ ഡെസിമൽ പഠിച്ചതുപോലെ തന്നെയാണ്. നമ്മൾ ഡെസിമലിനെ എങ്ങനെയാണ് മാറ്റുക? ആദ്യം ഡെസിമൽ അറിയായിരുന്നു. ഡെസിമലിനെ എന്ത് ചെയ്തു? ഫ്രാക്ഷനിലോട്ടാക്കി, എന്നിട്ട് പെർസെൻറ്റേജിലോട്ടാക്കി. ഇങ്ങനെയാണ് നമ്മളിത് പഠിച്ചത്. എന്നിട്ട് അവസാനം എന്ത് തന്നെ ചെയ്തു? ഡെസിമലിനെ ഡയറക്റ്റ് മാറ്റാനുള്ളത് പഠിച്ചു. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഇല്ലാതെ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. ഇൻറ്റു 100 ചെയ്താൽ മതി എന്ന് നമ്മൾ അവസാനം പഠിച്ചു. പക്ഷേ എന്നാലും ഫ്രാക്ഷനിലോട്ട് പോകുന്ന രീതിക്കാണ് നമ്മളിത് കറക്റ്റ് ഡിറൈവ് ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെയും വരുമ്പോൾ എന്ത് തന്നെയാവും? റേഷ്യോനെ ആദ്യം എന്താക്കും? നമ്മൾ പെർസെൻറ്റേജ് ഫ്രാക്ഷനിലോട്ടാക്കും, എന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാനാണെങ്കിൽ, ഇപ്പം ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം. അതായത് ഇവിടെ ഇതിൽ തന്നെ ഈക്വൽ ആയിട്ടുള്ള കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഞാൻ എന്താ ഇവിടെ എനിക്ക് പറയാം, ഞാൻ രണ്ടെണ്ണം ഇതിൽ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഷെയ്ഡഡിൻ്റെ ഷെയ്ഡഡ് ഈസ് ടു നോൺ ഷെയ്ഡഡ് എന്തായിരിക്കും? ഷെയ്ഡഡ് 2 നോൺ ഷെയ്ഡഡ് എന്താണ്? 3, 4. അപ്പോൾ ഇതിൻ്റെ അതിൽ ഷെയ്ഡഡിൻ്റെ പെർസെൻറ്റേജ് ആണ് എനിക്കിപ്പം കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യും? ഷെയ്ഡഡും നോൺ ഷെയ്ഡഡും കൂടെ കൂട്ടും. അപ്പം നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇവിടെ ടോട്ടൽ ഉള്ളത് എത്രയാണ്? 6 ആണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഷെയ്ഡഡ് എത്രയാണ്? 2. അപ്പോൾ 2/6 ഇൻറ്റു 100 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഷെയ്ഡഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഫ്രാക്ഷനിലും ചെയ്യണത്. ഫ്രാക്ഷനിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ആയിരിക്കില്ല ഫ്രാക്ഷനിൽ തരണത്. ഫ്രാക്ഷനിൽ 1/3 എന്ന് ഡയറക്റ്റ് തരും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ റേഷ്യോയിൽ വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? റേഷ്യോനെ നമ്മളൊരു ഫ്രാക്ഷൻ പോലെ ആക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നത്. ഈ പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നത് ഡയറക്റ്റ് 100 അല്ല, ഡയറക്റ്റ് 100% അല്ലാതെ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഫ്രാക്ഷനിലേ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ചെയ്തത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇഡലി ഉണ്ടാക്കുകയാണ്. ഇഡലി ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ മാവ് കുഴക്കണം. അപ്പം മാവ് കുഴക്കാനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് എന്ത് ചെയ്യും? 2 പാർട്സ് ഓഫ് എന്ത് വേണം? റൈസും വേണം. 1 പാർട്ട് ഓഫ് ഉഴുന്ന് ഡാലും വേണം. അപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? റൈസും വേണമെന്ന് പറഞ്ഞ്, ഉഴുന്നും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റൈസ് എത്ര വേണമെന്ന് പറഞ്ഞ് 2 ആണെങ്കിൽ ഉഴുന്ന് 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ത് വരും? 2:1 എന്നായിരിക്കും നമ്മൾ റേഷ്യോ കിട്ടുന്നത്. നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് മിക്സ്ചർ ഷുഡ് ബി റൈസ് ആൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഷുഡ് ബി ഉഴുന്ന്. അപ്പോൾ റൈസ് എത്ര പെർസെൻറ്റേജ് എന്നും വേണം, ഉഴുന്ന് എത്ര പെർസെൻറ്റേജ് എന്നും വേണം. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. എന്ത് തന്നെ ചെയ്താൽ നമുക്ക് ഫ്രാക്ഷൻ റേഷ്യോ അറിയാം. റേഷ്യോ അറിയാമെങ്കിൽ റേഷ്യോയിൽ സം എടുക്കണം. റേഷ്യോയിൽ സം എന്ന് പറയുമ്പോൾ 2 + 1 എത്ര വരും? 3 വരും. അപ്പോൾ റൈസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് അടുത്ത് പറഞ്ഞു. നമ്മൾ ഇവിടെ ഒന്നും കൂടി എഴുതാം. റൈസ് ഈസ് ടു ഈക്വൽ ടു 2:1 ആണ്. ഇതാണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ ഇവിടെ സം എത്ര കിട്ടി? സം ഈക്വൽ ടു 3 ആണ് കിട്ടിയത്. ഞാൻ അതിന് 2 പാർട്ടാക്കി. ഇവിടെ ആദ്യം റൈസിൻ്റെ പെർസെൻറ്റേജും ഇവിടെ എന്ത് ചെയ്തു? ഉഴുതിൻ്റെ പെർസെൻറ്റേജുമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റൈസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ അല്ലെങ്കിൽ സം എത്രയാണ്? 3 ബൈ റൈസ് എത്രയാണ്? 2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100% ചെയ്താൽ മതി. കാരണം ഇവിടെ ഒരു ഫ്രാക്ഷനായി. ഇപ്പം ഇതെന്തായി? ഒരു ഫ്രാക്ഷനായി. ഫ്രാക്ഷനെ നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100% മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ എന്തെന്ന് കിട്ടും? ഈ 2/3 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200/3 എന്ന് കിട്ടും.
ഇത് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 66.66% എന്ന് കിട്ടും. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. ഇങ്ങനെ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ 6 കിട്ടും, ഇവിടെ അടുത്ത് 6 കിട്ടും, 0.66% എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലാക്കണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാം. മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതണമെങ്കിൽ ഇവിടെ വരുമ്പോൾ തന്നെ മിക്സഡ് ഫ്രാക്ഷൻ കിട്ടും. ഇവിടെ വരുമ്പോൾ എന്ത് കിട്ടും? 66 വരും, ബാക്കി ഇവിടെ 1 വരും, റിമൈൻഡർ 1/3 എന്ന് കിട്ടും. നമുക്ക് ആൻസർ എത്ര കിട്ടും? 66 1/3% എന്ന് കിട്ടും. അതേപോലെ ഇവിടെ വരുമ്പോൾ എങ്ങനെ കിട്ടും? 1/3 അല്ലല്ലോ, ഇവിടെ 2 അല്ലേ വേണം. 18 20 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? 2 ആണ് കിട്ടുന്നത്. സോറി, 2/3 ആണ് കിട്ടുന്നത്. ഇവിടെ 18 ആയിരിക്കും പറഞ്ഞാൽ 20 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 20 18 പോയാൽ 2 ആണ്. അപ്പോൾ 2/3 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അടുത്ത് ഉഴുന്നിൻ്റെ കേസ് വരുമ്പോൾ എന്ത് വരും? 1/3 ആയിരിക്കും പറഞ്ഞാൽ 1 ഇവിടെ ഉഴുന്ന്. ടോട്ടൽ എത്രയാണ്? 3. അപ്പോൾ ഇത് ഫ്രാക്ഷനായി. ഇൻറ്റു പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തെന്ന് കിട്ടും? ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 33 1/3% എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 66 2/3% എന്നും കിട്ടി. ഇവിടെ 33 1/3% എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നും കൂടെ നോക്കാം. നമുക്ക് ഇത്രയാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? കിട്ടിയ ആൻസർ ശരിയാണെന്ന് നോക്കാൻ റൈസിൻ്റെ പെർസെൻറ്റേജും പ്ലസ് ഉഴുന്നിൻ്റെ പെർസെൻറ്റേജും കൂടെ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 66 2/3 66 2/3 പ്ലസ് 33 1/3. അപ്പോൾ ഇത് രണ്ടും കൂടെ 2/3 1/3 കൂടെ കൂട്ടുമ്പോൾ എന്തായി മാറും? 1 ആയിട്ട് മാറും. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 99 വരും. ഈ 99 1 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 100% എന്ന് തന്നെ കിട്ടും. ഇങ്ങനെ 100% ആണ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വാല്യൂസ് ആണ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്തതെന്നാണ് ശരിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് പറഞ്ഞാൽ റുപ്പീസ് ഇപ്പം 250 രൂപയുണ്ട്. 250 റുപ്പീസാണ് ഉള്ളത്. റുപ്പീസ് 250 ഉണ്ട്. ഡിവൈഡഡ് ബൈ 3 പേര് എഴുതുന്നതാണ് ഡിവൈഡ് ചെയ്തത്. അത് 3 പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒരാൾ രവി, രണ്ടാമത്തെ ആൾ രാജു, മൂന്നാമത്തെ ആൾ റോയ്. ഇവർക്ക് 3 പേർക്ക് ആണ് ഇത് ഡിവൈഡ് ചെയ്തത്. ഈക്വൽ പാർട്ടുള്ള, അതായത് ഈക്വലായിട്ട് തിരിച്ചിട്ട് അതിന് ഓരോരുത്തർക്ക് ഇത്ര പാർട്ട് വെച്ചാണ് കൊടുത്തത്. അതായത് ഇപ്പോൾ ആദ്യത്തെ ആൾക്ക് എന്ത് കിട്ടും? 2 പാർട്ടാണ് കിട്ടിയത്. അത് കുറേ പാർട്ടായിട്ട് തിരിച്ച് അതിൽ 2 പാർട്ടാണ് ആദ്യത്തെ ആൾക്ക് കിട്ടിയത്. അടുത്ത ആൾക്ക് എന്ത് കിട്ടി? 3 പാർട്ട് കിട്ടി. അടുത്ത ആൾക്ക് എന്ത് കിട്ടി? 5 പാർട്ട് കിട്ടി. അപ്പോൾ ഇവരുടെ റേഷ്യോ എന്തായിരിക്കും? 5:2:3:5 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു റേഷ്യോ കിട്ടുന്നത്. നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. ഈ റേഷ്യോ നമ്മളൊന്ന് എടുത്ത് മുകളിലോട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? നമുക്കിങ്ങനെ എഴുതാം. രവി ഈസ് ടു രാജു ഈസ് ടു റോയ് ഈക്വൽ ടു 2:3:5 എന്ന് എഴുതി. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവരെ സമ്മാണ്. സം എത്ര കിട്ടും? 2 + 3 എത്ര? 5. 5 + 5 10 ആണ് കിട്ടും. ഇപ്പോൾ ടോട്ടൽ 10 ആണ്. ഇനി ഹൗ മച്ച് മണി വിൽ ഈച്ച് ഗെറ്റ്? അപ്പം ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും, അത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം രവിയുടെ നോക്കാം. രവിക്ക് എത്ര രൂപയായിരിക്കും കിട്ടുന്നത്? രവിക്ക് കിട്ടുന്ന രൂപ എന്ന് പറഞ്ഞാൽ 2/3 ആയിരിക്കും കിട്ടുക. രവിക്ക് കിട്ടുന്നത് ടോട്ടൽ എത്രയായിട്ടോ തിരിച്ചതിൽ 2 ഭാഗമാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയായിട്ടാണ് തിരിച്ചത്? 10 ഭാഗമായിട്ടാണ് തിരിച്ചത്. 10 ഭാഗത്തിൽ 2 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? രവിക്ക് കിട്ടുന്നത്. അപ്പോൾ രവിയുടെ ഫ്രാക്ഷൻ എന്തായിരിക്കും? 2/10 ആയിരിക്കും. ഈ 2/10ൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് പെർസെൻറ്റേജും കണ്ടുപിടിക്കണം, റുപ്പീസും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 2/10 ഓഫ് എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് ചെയ്യുക. എത്ര പെർസെൻറ്റേജ്? 100% ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യുക? 2/10 ഓഫ് ടോട്ടൽ റുപ്പീസ് ചെയ്യുക.
ടോട്ടൽ റുപ്പീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റുപ്പീസിൻ്റെ പെർസെൻറ്റേജും കിട്ടും. ഇത് രണ്ടുമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തേൽ എന്ത് ചെയ്തു? ഓഫ് മാറ്റി എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു, പെർസെൻറ്റേജിലോട്ടാണ് ആക്കേണ്ടത്. അപ്പോൾ 100 കൊടുത്തു. ഇത് 0 കട്ടാകുമ്പോൾ എത്ര കിട്ടും? 20% എന്ന് കിട്ടി. രവിയുടെ എത്ര പെർസെൻറ്റേജ് എന്ന് കിട്ടി? 20% എന്ന് കിട്ടി. അപ്പോൾ ഈ 20% എന്താണ്? ഈ ടോട്ടലിൻ്റെ 20% ആർക്ക് കിട്ടുന്നത്? രവിക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ എത്ര രൂപയാണെന്നാണ് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ എങ്ങനെ ചെയ്തു? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്രാക്ഷൻ ആക്കി വെച്ചിട്ടുണ്ടെന്ന്, 2/10. അപ്പം 2/10 ഓഫ് ഏതിൻ്റെയാണ്? ഈ ടോട്ടൽ എത്ര രൂപയാണ്? 250ൻ്റെ 10ൽ 2 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? രവിക്ക് കിട്ടുന്നത്. അപ്പോൾ 2/10 ഇൻറ്റു 250 ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യും? ഈ 0 ക്യാൻസൽ ആയിപ്പോൾ 2 × 25 എന്ന് കിട്ടും. എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ₹50 ആണ് ആർക്ക് കിട്ടുന്നത്? രവിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തതിൽ ഒരാളത് ഫുള്ള് കിട്ടി. ഒരാളുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്കിവിടെ ആയി. ആദ്യം നമുക്കിത് ഇങ്ങോട്ടെടുത്ത് മാറ്റി എഴുതി വയ്ക്കാം. എന്തായി? രവിക്ക് എത്ര രൂപ കിട്ടി? 20% ആണ് കിട്ടിയത്. അത്രയാണ്, 50 ആണ്. അത് നമ്മളിവിടെ എഴുതി. ഇനി അടുത്ത ആളാരാ? രാജു. അപ്പോൾ രാജുവിൻ്റെ നമ്മൾ എത്ര ചെയ്തു? രാജുവിൻ്റെ പാർട്ട് എത്രയാണ്? ടോട്ടൽ 10 ഉള്ളതിൽ 3 പാർട്ടാണ് രാജുവിൻ്റെത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ആയിട്ട് എഴുതാം. 3/10 ആയിട്ട് എഴുതാം. 3/10 ആദ്യം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഇൻറ്റു 100 കൊടുക്കും. അപ്പോൾ ഇവിടെ ഇതും കട്ടായി പോകുമ്പോൾ എത്ര കിട്ടും? 30% എന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മളിപ്പം പഠിച്ച് കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പഠിച്ചു. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 250. അപ്പോൾ ഈ 250യും 3/10 കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 75 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റുപ്പീസും കിട്ടി, ₹75 കിട്ടി. എത്രയൊന്നും കിട്ടി? 30% എന്ന് കിട്ടി. ആദ്യത്തെ രാജുവിൻ്റെ എത്രയാണ്? 30% ആണ്, 75 രൂപയാണെന്നും കിട്ടി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ലാസ്റ്റത്തെ ആൾ ആര്? റോയിൻ്റെതാണ് വേണ്ടത്. അപ്പോൾ റോയിൻ്റെത് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? റോയ്ക്ക് എത്ര ഭാഗം കിട്ടിയെന്ന് വേണം. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്ര ഭാഗമാണ് റോയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 ഉള്ളതിൽ 5 ഭാഗമാണ്. നമുക്ക് അവിടുത്തെ ഫ്രാക്ഷൻ എന്ത് കിട്ടും? 5/10 എന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ 100ഉം റുപ്പീസ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 250 കൊടുക്കുക. ഇവിടെയും 0 ക്യാൻസൽ ആയി പോവും. എത്ര കിട്ടും? 50% എന്നും കിട്ടും. റുപ്പീസ് എത്ര കിട്ടും? റുപ്പീസിലെ 2 0 ക്യാൻസൽ ആയി പോയാൽ എത്ര കിട്ടും? 25, 50, 75, 100, 125 എന്ന് കിട്ടും. ₹125 എന്ന് കിട്ടും. അപ്പം നമുക്ക് ആരതുമായി? റോയിലതുമായി. റുപ്പീസുമായി. റോയിലത് 125 രൂപയും അതെത്രയാണ്? അവരെ ടോട്ടലിൻ്റെ 50% ആണെന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്കതൊന്ന് ഇവിടെ എടുത്ത് എഴുതാം. ഞാൻ ആദ്യം രവിയുടെ എഴുതാം. രവിയുടെ പെർസെൻറ്റേജ് എത്രയാണ്? 20% ആണ്. അതെത്രയാണ്? അതെന്ന് പറഞ്ഞാൽ റുപ്പീസ് എത്രയാണ്? 50 റുപ്പീസാണ്. ഇനി അടുത്ത് രാജുവിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 30% ആണ്. റുപ്പീസ് എത്രയാണ്? 75 ആണ്. ഇനി അടുത്ത റോയിയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50% ആണ്. റുപ്പീസ് എത്രയാണ്? 125 ആണ്. ഇനി നമുക്കിവിടെ കിട്ടിയ ഉത്തരം ശരിയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിനെന്ത് ചെയ്താൽ ഈ 20 + 30 + 50 ചെയ്യുക. 20യും 30യും കൂടെ 50 കിട്ടും. 50യും 50യും കൂടെ 100 കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 100% എന്ന് കിട്ടി. അപ്പോൾ 100% കിട്ടിയാൽ നമ്മൾ ചെയ്തത് ശരിയാണ്. ഇനി ഇതും കൂടെ ശരിയാണെന്ന് നോക്കാം. റുപ്പീസ്
റുപ്പീസ് ശരിയാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി, റുപ്പീസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ ടോട്ടൽ റുപ്പീസ് തന്നെയാണോ കിട്ടണത് എന്ന് നോക്കിയാൽ മതി. ഇതിനെയല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇത് തന്നെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇത് തന്നെ കിട്ടണമല്ലോ. അത് നോക്കാനായിട്ട് എന്ത് ചെയ്യണം, 50 + 75 + 125 ചെയ്യണം. നമുക്കറിയാം ഇവിടെ 75ഉം 25ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 100 കിട്ടും. അപ്പോൾ 100ഉം 100ഉം കൂടെ തന്നെ എന്തായി, 200 ആയി. +50യും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, 250 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് എന്തിലുള്ള ഈ ചാപ്റ്ററിൽ റേഷ്യോയിലുള്ളത്. ഇനി നമുക്ക് അടുത്തുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെയാണ്. അത് അടുത്ത വീഡിയോയിൽ നോക്കാം.